ഫാത്തിമാ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ച് കൊടുത്ത അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണെന്ന് നിനക്കറിയുമോ ഫാത്തിമാ? വീട്ടുജോലി ചെയ്തിട്ട് ഭർത്താവിന്റെ വീട്ടിൽ കിടന്നും മാവ് പൊടിച്ചിട്ട് കൈ പൊട്ടിയിട്ട് ഉപ്പാടെടുത്ത സങ്കടം പറയാൻ പോയ പൊന്നുമോളോട് അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, ഫാത്തിമാ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ചു കൊടുത്ത അല്ലാഹു തരുന്ന പ്രതിഫലം അറിയുമോ ഫാത്തിമ? നബി തങ്ങളെ പറഞ്ഞു കൊടുക്കുകയാ, വഅദ് കേൾക്കാമെന്ന പെങ്ങളെ എപ്പോഴും പരാതിയല്ലേ ഉസ്താദേ, വല്ലാത്ത കഷ്ടപ്പാടാണ്, അടുക്കളയിലെ തീയുടെ ചുവട്ടിൽ കിടന്ന് ഉരുകുകയാണ്, ഒരുപാട് പഠിച്ചവളാ, ഒരുപാട് പണക്കാരന്റെ മകളായിരുന്നു, എൻ്റെ ആയുസ് മുഴുവനും അടുക്കളയിൽ പോകുന്നു എന്ന് സങ്കടപ്പെടുന്ന പെങ്ങള്, നിനക്കറിയുമോ മോളെ, നിനക്കറിയുമോ ഉമ്മ, അടുക്കളയിൽ അടുപ്പിന്റെ ചുവട്ടിൽ കടന്ന് നീ ജോലി ചെയ്യുമല്ലോ, ആ ചൂട് കൊള്ളുമല്ലോ, ശരീരം വിയർക്കുമല്ലോ, ശരീരം വിയർക്കുമല്ലോ, വിയർപ്പ് തുള്ളികൾ ശരീരത്തിൽ നിന്ന് ഒഴുകുമല്ലോ. പെങ്ങളെ വെറുതെയല്ല, ഉമ്മമാരെ വെറുതെയല്ല, ആ വിയർപ്പ് തുള്ളികൾ നിങ്ങൾക്ക് നഷ്ടമാകില്ല. തന്റെ ഭർത്താവിനും തന്റെ മക്കൾക്കും അല്ലാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് നീ ഭക്ഷണം വെക്കുമ്പോ നിന്റെ ശരീരത്ത് നിന്ന് ഒരു തുള്ളി വിയർപ്പ് താഴെ വീണ അത് നിനക്ക് നരകമോചനത്തിന് കാരണമാവും. വഖൂദുഹന്നാസു വൽഹിജാറ, മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന പടച്ചറബിന്റെ നരകമുണ്ടല്ലോ, ആ ഭയാനകമായ നരകം 3000 കൊല്ലം അല്ലാഹു കത്തിച്ച നരകമുണ്ടല്ലോ, എല്ലാ പ്രവാചകന്മാരും കരഞ്ഞു പോയ നരകമുണ്ടല്ലോ, ആ ഭയാനകമായ നരകത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ നീ ഭക്ഷണം വെക്കുന്ന സമയത്ത് നിന്റെ ശരീരത്ത് നിന്ന് വീഴുന്ന ഒരു തുള്ളി വിയർപ്പ് തുള്ളി പെങ്ങളെ, അത് നിനക്ക് പ്രയോജനമുള്ളതാണ്. പടച്ചവനെ എന്ത് ചെയ്താലും പ്രതിഫലമാണ്. പ്രസവിച്ച പെണ്ണുങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, പെണ്ണേ, ഒരു പെണ്ണ് പ്രസവിക്കുന്ന സമയത്ത് മരണപ്പെട്ടു പോയാൽ അവൾക്ക് ഷഹീദിന്റെ കൂലിയുണ്ട്, അവൾക്ക് ഷഹീദിന്റെ കൂലിയുണ്ട്. സ്വന്തം ആരോഗ്യം നോക്കാതെ മക്കൾക്ക് 2 വയസ്സ് വരെ പാല് കൊടുക്കുന്ന പെങ്ങളെ, ജിഹാദിന്റെ കൂലിയുണ്ട് മോളെ. അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമാണ് പറയുന്നത്. എന്ത് ചെയ്താലും പ്രതിഫലമാണോ? പക്ഷേ കുടുംബ ജീവിതത്തിന്റെ വിലയെന്ന് നമുക്കറിയില്ല. പരസ്പരം തല്ലുകയാണ്, വാശിയാണ്, നിസാര കാര്യങ്ങൾക്ക് വേണ്ടി പടച്ചവനെ കുടുംബ ബന്ധങ്ങൾ തീർക്കുകയാണ്. മക്കളെ തീമാകും, പെണ്ണുങ്ങളെ വിധവയാകുന്നു, എല്ലാവർക്കും വാശിയാണ്. വാപ്പാ, നിനക്കറിയുമോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇന്ന് വഅദ് കഴിഞ്ഞ് ഇവിടുന്ന് തിരിച്ച് നിന്റെ വീട്ടിലേക്ക് പോകുമ്പോ അല്ലാഹുവേ നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ, ഇന്ന് വഅദ് കഴിഞ്ഞ് ഇവിടെ നിന്നിറങ്ങി പോകുമ്പോ നീ മഹർ കൊടുത്ത് വിവാഹം കഴിച്ച നിന്റെ കുട്ടികളുടെ ഉമ്മയായ നിന്റെ ഭാര്യ, ആ പെണ്ണിന്റെ കയ്യില് നാട്ടുകാര് കാണാനല്ല, മക്കള് കാണാനല്ല, നിങ്ങള് സ്നേഹത്തിലാണെന്ന് ജനങ്ങള് പറയാനല്ല, അല്ലാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് നീ നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ച ആ കൈവിരലുകൾക്കിടയിലൂടെ അല്ലാഹു നിങ്ങളുടെ പാപം പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇറങ്ങി പോകുമ്പോ ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ മതി, നിങ്ങളുടെ പാപം അല്ലാഹു പുറത്തു തരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ പറ്റുമോ നമുക്ക്? നമ്മൾ നാട്ടുകാരൻ്റെ ഭാര്യയെ നോക്കി ചിരിക്കും, സ്വന്തം പെണ്ണുമ്പോളയുടെ മുഖത്ത് നോക്കി ചിരിക്കൂല. എന്നാൽ സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? പുഞ്ചിരിക്കാൻ പറ്റുമോ? മരിച്ചു കിടക്കുമ്പോൾ നിന്റെ മുഖത്തുണ്ടാകുക പുഞ്ചിരി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ നമുക്കതിനൊന്നും സമയമില്ലടോ. ഭാര്യയ്ക്കൊപ്പം നോക്കിയാലും അടുക്കള ജോലിയും വീട്ടിലെ പ്രയാസവും ദുരിതവും അതൊരു ഭാഗത്ത്, നമ്മൾ മറ്റൊരു ഭാഗത്ത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കീരിയും പാമ്പിനെ പോലെ കണ്ടു കഴിഞ്ഞാൽ കടിച്ചു കയറാൻ വേണ്ടി നിൽക്കുക ഭാര്യയും ഭർത്താവും. എടോ, ഇന്ന് കുടുംബങ്ങൾ, ഇന്ന് തലാക്ക് എത്ര എണ്ണം നടക്കുന്നു? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ല കാരണവും വേണോ ഇന്ന് ഭാര്യ ഭർത്താക്കന്മാർ പിരിയാൻ? പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. എനിക്കറിയുന്ന ഞാൻ പറയാം, എടോ, ഒരു സോപ്പ് കാരണം ഒരു പെൺകുട്ടി
കല്യാണം കഴിച്ചു വന്ന ഒരു പെൺകുട്ടി കുളിക്കാൻ പോകുമ്പോൾ സോപ്പും കൊണ്ട് കുളിക്കാൻ പോകും. എന്നിട്ടത് കുളിപ്പരയിൽ വെക്കൂല, ആ സോപ്പ് തിരിച്ച് റൂമിൽ കൊണ്ടുവെക്കും. ആ പെൺകുട്ടി എല്ലാ ദിവസവും സോപ്പ് കൊണ്ടുവരും, കുളിക്കും, തിരിച്ച് റൂമിൽ കൊണ്ടുവെക്കും. ഒരു ദിവസം കുളിക്കാൻ വേണ്ടി പോയിട്ട് പോകുമ്പോൾ സോപ്പും കൊണ്ടുപോയി തിരിച്ച് റൂമിലേക്ക് കൊണ്ടുപോകുന്നത് ഭർത്താവിൻ്റെ സഹോദരി കണ്ടു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി ആ കുടുംബജീവിതം അവിടെ തീർന്നു. രണ്ടുപേരും ഒരു സോപ്പ് കാരണം രണ്ടുപേരും പിരിഞ്ഞു. ഞാൻ എപ്പോഴും കൊണ്ടോട്ടിയിലുള്ളൊരു ചെറുപ്പക്കാരനുണ്ട്, എന്നോട് പറഞ്ഞു, ഉസ്താദെ കല്യാണത്തിന് വരണം. എനിക്ക് പോകാൻ പറ്റിയില്ല. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ കണ്ടപ്പോൾ പറഞ്ഞു, എടാ കല്യാണത്തിന് വരാൻ പറ്റിയില്ല, സങ്കടമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പം പറഞ്ഞു, ഉസ്താദ് അതൊക്കെ എന്നേ പോയെന്ന്. പിരിയാനുള്ള കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു, ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തില്ല, അവളുടെ വീട്ടിൽ പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തില്ല എന്നുള്ള ഒറ്റ കാരണം. അവസാനം മസ്രഹത്തിന് പള്ളി കമ്മിറ്റിയുടെ മുമ്പിൽ പോയപ്പോൾ കമ്മിറ്റിയിലെ സെക്രട്ടറി ചോദിച്ചു, അത്രേ അതിപ്പോൾ എന്തിപ്പോൾ ബർത്ത്ഡേ അല്ലേ ആഘോഷിച്ചെന്ന് പറഞ്ഞപ്പോൾ എന്താ കുഴപ്പം, നിനക്ക് വാങ്ങിച്ചുകൂടെയെന്ന്. അവൻ അത്ര അറിവേ ഉണ്ടായിരുന്നുള്ളൂ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയ്ക്കും ഭർത്താവിനും ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഈ കുടുംബക്കാർ സമ്മതിക്കത്തില്ല. അതാ ഏറ്റവും വലുത്. എടാ, ഈ പെണ്ണിനും പയ്യനും 5 മിനിറ്റ് സംസാരിച്ചാൽ തീരുന്ന വിഷയമുള്ളൂ, പക്ഷെ സമ്മതിക്കൂല. ഞാൻ സാധാരണ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒരിത്തിരി സൗണ്ട് വെച്ചാൽ മികച്ച സെറ്റാണ്. ഞാൻ സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ചർച്ചയ്ക്ക് പങ്കെടുക്കാത്ത ഒരാളാണ്. യാദർശികമായിട്ട് ചർച്ചകൾ മുഴുവനും പരാജയപ്പെട്ടിട്ട് അവസാനം കൊടുക്കൽ വാങ്ങൽ, കൊടുത്തതും വാങ്ങിയതൊക്കെ തിരിച്ച് സെറ്റിൽമെൻറ്റ് നടക്കുക. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു 10-35 പേരുണ്ട് 2 ഫാമിലിയിൽ നിന്ന്. പതർയുദ്ധം പോലെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് ചോദിച്ചു, ഉസ്താദ് എന്താ ഒന്നും മിണ്ടാത്തതെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ആരോടും സംസാരിക്കണ്ട, എനിക്ക് ഈ പെണ്ണിനോടും പയ്യനോടും ഒരു 5 മിനിറ്റ് സംസാരിക്കണം. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർ പറഞ്ഞു പറ്റൂല. പെണ്ണിൻ്റെ വീട്ടുകാർ പറഞ്ഞു പറ്റും. അപ്പോൾ പയ്യൻ്റെ വീട്ടുകാർ പറഞ്ഞു, ഞാൻ എന്താ സംസാരിച്ചപ്പോൾ ഹത്തീബ് സംസാരിച്ചാൽ എന്താ കുഴപ്പം. അങ്ങനെ 2 പേരും കൂടെ അങ്ങോട്ട്, എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, ഇവർ പറഞ്ഞത് കൊണ്ട് അങ്ങോട്ടേക്ക്. അവസാനം എനിക്ക് ചാൻസ് തന്നു. ഞാൻ ഈ പെണ്ണിനെയും പയ്യനെയും വിളിച്ചുകൊണ്ട് മദ്രസയുടെ മുകളിൽ പോയിരുന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നമെന്ന്. സുബ്ഹാനല്ലാഹ്, ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. 1.5 മണിക്കൂർ അവിടെ ബദറും മുഹദും ഹന്തക്കും ഹൈബറൊക്കെ നടന്നു. വലിയ ഇടിയും മഴയും. ഒരു ഉസ്താദാണ് മുമ്പിൽ ഇരിക്കുന്നത് എന്നുമില്ല. ഭാര്യയും ഭർത്താവും അതിനിടെ ചീത്ത വിളിച്ചു, തല്ലി. ഞാൻ മിണ്ടാതെ ഇരുന്ന് കേട്ടു. അവസാനം ഇടിയും മഴയും എല്ലാം കഴിഞ്ഞു. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞു. അവസാനം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് 2 പേർക്കും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് പോകട്ടെ, ഒന്ന് ഒരുമിച്ച് ജീവിച്ചൂടെ? ഇവൻ്റെ കൂടോ? ഇല്ല ഉസ്താദെ, എനിക്കില്ല, ഒരിക്കലും ഞാൻ ഇദ്ദേഹവുമായിട്ട് എനിക്ക് ഇടയില്ല. 2 പേരും വാശി. അവസാനം ഞാൻ പിന്നെ 8ാമത്തെ അടവെന്ന രീതിയിൽ ഞാൻ പറഞ്ഞു, എന്തായാലും നിങ്ങൾ ഈ റൂമിന് വെളിയിലിറങ്ങി താഴെ ചെന്നാൽ നിങ്ങൾ പിരിയുകയാ, ഇനി ഒരിക്കലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ 2 പേരും ഇത്രയും കൊല്ലം ജീവിച്ചതല്ലേ, എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും. നിങ്ങൾ 2 പേരും ഒന്ന് പൊരുത്തം ചോദിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. നിങ്ങൾ അങ്ങോട്ട് ഇത്രയും നാൾ ജീവിച്ചവരല്ലേ, ഭാര്യ ഭർത്താക്കന്മാരായി. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറഞ്ഞു പോയിട്ടുണ്ട്, ചീത്ത വിളിച്ചിട്ടുണ്ട്, തല്ലിക്കിട്ടുണ്ട്. അതുകൊണ്ട് പൊരുത്തം ചോദിച്ചിട്ട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ് വാതിലടച്ച് പുറത്തുപോയി. 5 മിനിറ്റ് കഴിഞ്ഞ് കയറി വന്നപ്പോൾ 2 കൂടെ കെട്ടിപ്പിടിച്ചിട്ട് പറയാം, ഉസ്താദെ ഞങ്ങളെ പിരിപ്പിക്കരുത്, ഞങ്ങൾക്ക് ജീവിക്കണമെന്ന്. ഞാൻ അന്ന് അവർക്ക് കൊടുത്ത ഒരു ഉപദേശമുണ്ട്, എവിടെയെങ്കിലും പോയി വാടക വീടെടുത്ത് താമസിച്ചോ, വീട്ടിൽ പോകരുതെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ അവസ്ഥ ഇതാ. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ഒന്ന് സംസാരിച്ചാൽ തീരുന്നത്. പെണ്ണിൻ്റെ ഉപ്പയ്ക്ക് അവൾ ഞങ്ങൾ മുള്ളയിരിക്കുക. പെണ്ണിൻ്റെ ഉമ്മയ്ക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ സഹോദരി എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ ഏറ്റവും ഉയർന്ന പദവിയില്ല. അവരാണ് ഈ ബന്ധങ്ങൾ തകർക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മകളോട് പറഞ്ഞു കൊടുത്തു, സമാധാനത്തോടെ വാരിക്കെട്ടി വാന്നല്ല, നിനക്ക് ഇന്നത്തോടെ മതി, ഈ രാത്രി തന്നെ ഇറങ്ങണമെന്ന് വിളിച്ചിറക്കിയില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊന്നാര മകളോട് പറഞ്ഞു കൊടുക്കുകയാ. എന്നിട്ട് ഫാത്തിമ, നീ അടിമയെ ചോദിച്ച് നീ വീട്ടിൽ വന്നിരുന്നല്ലോ. അള്ളാന്റെ റസൂൽ ആ രാത്രിയിൽ ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ, അടിമയെ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് പ്രയോജനമുള്ള ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ എന്ന പൊന്നാര മകളോട് ചോദിക്കുകയാണ്, അടിമയെ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ പ്രയോജനമുള്ള ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ? എന്തേ വാപ്പാ, എന്തേ വാപ്പാ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ രാത്രിയിൽ ഫാത്തിമ എന്ന പൊന്നാര മകളുടെ കൈ പിടിച്ചിട്ട് മരുമകനെ സാക്ഷിയാക്കിയിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു, ഫാത്തിമ,
കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ. ഇത് പറഞ്ഞിട്ട് ഉറങ്ങണേ ഫാത്തിമ, ഇത് പറഞ്ഞിട്ട് ഉറങ്ങണേ ഫാത്തിമ. ഇതാണ് അടിമയെ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് പ്രയോജനമുള്ള നന്മയെന്ന് നബി തങ്ങൾ പറയുമ്പോ എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയുവോ? അല്ലാഹുവേ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മരിക്കുന്നത് വരെ പറയുമായിരുന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മരിക്കുന്ന ദിവസവും ഈ ദിക്ർ പറഞ്ഞിരുന്നടോ. സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ മിൻ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറഞ്ഞതിന് ശേഷം ഇന്ന് വരെ ഞാൻ മുടക്കിയിട്ടില്ല. ഞാനും അങ്ങനെ തന്നെയാണ്. മരിക്കുന്നത് വരെ ഞാൻ പറയും, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്ന ഒരു നന്മയാണല്ലോ, അതുകൊണ്ട് വാഴ കേൾക്കാമെന്നവരോട് പറയുകയാണ്, നമുക്കും ഒരു തീരുമാനമെടുക്കടോ, നമുക്കും ഒരു തീരുമാനമെടുക്കാൻ കഴിയണം സഹോദരാ. നമുക്കുമൊന്ന് മത്സരിക്കാം, നമുക്കുമൊന്ന് മത്സരിക്കാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ ആ നന്മ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാകണമല്ലോ. അതുകൊണ്ട് വാഴ കേൾക്കാമെന്നവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബ ആയിഷ 4 കാര്യം ചെയ്യാതെ ഉറങ്ങല്ലേ ആയിഷ, 4 കാര്യങ്ങൾ ചെയ്യാതെ ഉറങ്ങാൻ പാടില്ല. അതുകൊണ്ട് വാഴ കേൾക്കാമെന്നവരോട് പറയുകയാണ്, നിങ്ങളെന്നും പറയണമെന്ന് ഞാൻ പറയില്ല, എല്ലാ ദിവസവും ചെയ്യാൻ ഞാൻ പറയുന്നില്ല. ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ? ഈ പറയുന്ന 4 കാര്യം എന്നും ചെയ്യണമെന്ന് പറയുന്നില്ല. ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും അവസാനം കിടപ്പറയിലേക്ക് കടന്നു വന്നു, ആ കിടക്കുന്നതിന് മുമ്പ് അവിടെ ഇരുന്ന് കൊണ്ട് പറയാൻ പറ്റുന്ന 4 കാര്യമാ. ഇന്നത്തെ ഒരു ദിവസമെങ്കിലും നീ ചെയ്യൂ, ഇന്നത്തെ ഒരു ദിവസമെങ്കിലും ചെയ്യാൻ തീരുമാനിക്കൂ. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഇന്നത്തെ ഒരു രാത്രി, നാളെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും ഇൻഷാ അല്ലാ ഞാൻ പറയുന്ന 4 കാര്യം ചെയ്തിട്ട് ഇന്ന് രാത്രിയെങ്കിലും കിടന്നുറങ്ങാവൂ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാനൊരു 4 കാര്യം പറഞ്ഞു തരാം. ഇന്ന് രാത്രി ചെയ്യുവോ? ആ ചെയ്യാന്ന് നിയത്ത് ചെയ്യുന്നവർ മാത്രം ഒന്ന് കൈപൊക്കിക്കുക. പൈസയുടെ ചിലവൊന്നും ഇല്ലല്ലോ. ഞാൻ ഒരേ ഒരു രാത്രി, ഇന്നത്തെ രാത്രി, നാളെ വേണോ വേണ്ടേ നിന്റെ ഇഷ്ടം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാ ചെയ്തൂടെ? ഉറക്കെ പറ. അല്ലാഹുവേ, ആരാണോ ഈ മജ്ലിസിൽ ഇരുന്ന് ഉറക്ക ഇൻഷാ അല്ലാ പറയുന്നത്, ആ ഇൻഷാ അല്ലാ പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഇനി പറഞ്ഞവർ ഇൻഷാ അല്ലാ. അപ്പം വേണമെന്ന് വെച്ചാൽ ചക്ക വേരിലും കായ്ക്കൂല്ലേ? അപ്പം വേണമെന്ന് വെച്ചാൽ പറയാനും അറിയാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു 4 കാര്യം ചെയ്തൂടെ? 1, ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും ഒരു ഖത്തം ഓതിയിട്ട് വേണം ഉറങ്ങാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്തോദണം? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണം? പറ, വെടി കൊണ്ടതുപോലെ എന്തോദണം? ഖത്ത ഓതൂല്ലേ? ഇൻഷാ അല്ലാ പറ, ഓതൂല്ലേ? ഓതും. ഖത്ത ഓതണമെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട, അപ്പോൾ ഉറങ്ങണ്ടേ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വഴി ഖുർആനിലെ 114 സൂറത്തുകളുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. ഖുർആനിലെ ഏറ്റവും അവസാനത്തെ 3 സൂറത്തുകൾ. ഈ 3 സൂറത്ത് നിങ്ങൾ ആരെങ്കിലും പാരായണം ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഖത്തം ഓതിയ കൂലി കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏത് സൂറത്തൊക്കെ? സൂറത്തുൽ ഇഖ്ലാസ്, ഫലക്ക്, നാസ്. ഈ 3 സൂറത്ത് ഓതിയാൽ ഒരു ഖത്തം ഓതിയ കൂലി കിട്ടും. അല്ലാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ ഖത്തം ഓതിക്കൂടെ? 2, ഉറങ്ങുന്നതിന് മുമ്പ്
എല്ലാവരോടും പൊരുത്തം ചോദിക്കണം. നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ലോകത്തുള്ള എല്ലാവരോടും പൊരുത്തം ചോദിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചോദിക്കുവോ? കൂടെ കിടക്കുന്ന പെണ്ണുമ്പിള്ള എടുത്ത് ചോദിക്കുന്നില്ല, ഇനിയപ്പോൾ നാട്ടുകാരോട് ചോദിക്കുക. ഏതെങ്കിലും ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയോട് ചോദിക്കാറുണ്ട്, അടി എനിക്ക് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടാൻ ചോദിക്കാറുണ്ടോ? ഏതെങ്കിലും ഒരു ഭാര്യ ചോദിക്കാറുണ്ടോ? പിന്നല്ലേ നാട്ടുകാരോട്. ഇവിടെ ലോകത്തുള്ള എല്ലാവരുടെയും പൊരുത്തം കിട്ടണമെങ്കിൽ അതിനെന്ത് ചെയ്യണം? നീ ദുആ ചെയ്യണം. നീ ദുആ ചെയ്യണം. കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഉറക്കമെന്ന് പറഞ്ഞ മരണമാ. അതുകൊണ്ട് അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യ എന്ന് പറയുന്നത്. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നീ പറയുന്നല്ലോ, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. എന്തിനാ അൽഹംദുലില്ലാ പറഞ്ഞേ? അല്ലാഹുവേ, മരിച്ചു കിടന്നിരുന്ന എനിക്ക് ഒരു ദിവസം കൂടെ ജീവിക്കാനുള്ള ആയുസ് തന്നല്ലോ, അതുകൊണ്ട് അൽഹംദുലില്ലാ. അതുകൊണ്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ദുആ ചെയ്യണം. എങ്ങനെ ദുആ ചെയ്യണം? നിന്റെ കാര്യം മാത്രമല്ല, അല്ലാഹുവേ, ലോകത്തുള്ള എല്ലാവരോടും നീ കരുണ കാണിക്കു പടച്ചവനെ. ഏറ്റവും നല്ല ദുആ, അല്ലാഹുമ്മ ഗുഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോൾ ഉസ്താദ് രണ്ടാമത്തെ ഖുതുബയിൽ അവസാനം ചെയ്യുന്ന ദുആയാണ് അല്ലാഹുമ്മ ഗുഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ആ ദുആ, എൻ്റെ പ്രിയപ്പെട്ടവർ, ആ ദുആയിൻ്റെ പ്രത്യേകത എന്താ? ആ ദുആയിൻ്റെ പ്രത്യേകത എന്താ? ഇന്ന് ലോകത്ത് 180 കോടി മുസ്ലിമീങ്ങൾ ഉണ്ടെന്നാണ് ഏകദേശ കണക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെങ്കിലും ഒരു മനുഷ്യൻ ഈ ദുആ ചെയ്യുകയാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ദുആ ചെയ്താൽ ഓരോ മുസ്ലിമിൻ്റെ തലയെണ്ണമനുസരിച്ച് അള്ളാഹു നിനക്ക് പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 180 കോടി നന്മ കിട്ടും. അല്ലാഹുമ്മ ഗുഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. നീ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്താൽ അള്ളാഹു നമുക്ക് ആ പ്രതിഫലം നൽകുമാറാകട്ടെ. അപ്പം 2, നീ പൊരുത്തം ചോദിക്കണം. പൊരുത്തം ചോദിക്കാനുള്ള വഴി ദുആയ. 3, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പ്രവാചകന്മാരോട് ശഫാഅത്ത് ചോദിക്കണം. പ്രവാചകന്മാരോട് ശഫാഅത്ത് ചോദിക്കണം. നബിയെ, എങ്ങനെ? ഞാൻ നിങ്ങളെയല്ലാതെ വേറൊരു പ്രവാചകനെയും കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ശഫാഅത്ത് ചോദിക്കുന്നത്? അപ്പോഴാണ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ആയിഷ, എൻ്റെ പേരിലൊരു 10 സ്വലാത്ത് പറ ആയിഷ. എൻ്റെ പേരിലൊരു 10 സ്വലാത്ത് പറ ആയിഷ. നിനക്ക് പ്രവാചകന്റെ ശഫാഅത്ത് കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. 4-മതായിട്ട് നബി തങ്ങൾ പറയുകയാ, ഹജ്ജും ഉംറയും ചെയ്യണേ, ഹജ്ജും ഉംറയും ചെയ്യണേ. പ്രതിഫലം വേണോ പെങ്ങള്? ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം വേണോ പെങ്ങള്? കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. നിസ്കാരം കഴിഞ്ഞിട്ട് പടച്ചവനെ നമ്മൾ പറയുന്ന ഈ 3 ദിക്റുകളുണ്ടല്ലോ, നീ കിടന്നുറങ്ങുന്നതിന് മുമ്പ് 33 പ്രാവശ്യം വെച്ചെന്ന് പറയണേ. 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഈ 3 ദിക്ർ പറഞ്ഞിട്ട് നീ കിടന്നുറങ്ങ്. നിനക്ക് ഹജ്ജും ഉംറയും ചെയ്ത നന്മ അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകളായ ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഈ ദിക്ർ പറ ഫാത്തിമ, ഈ ദിക്ർ പറ ഫാത്തിമ. അതാണ് അടിമയെ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിന്റെ അവകാശികളുണ്ടല്ലോ, ആ അവകാശികളുടെ 1-ാമത്തെ സ്വഭാവം എന്തെന്നറിയുമോ? അല്ലാഹു പറയുകയാ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്.
ഒരു നന്മ പറഞ്ഞാൽ, ഒരു നല്ല കാര്യം പറഞ്ഞാൽ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. ആ മനസ്സുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ നന്മ ഏതാ? രണ്ടാമത്തെ നന്മ ഏതെന്നറിയുവോ? അല്ലാഹു പറയുകയാ, വയദഊനനാ റഗബൻ വറഹബാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, രണ്ടാമത്തെ സ്വഭാവം എന്തെന്നറിയുവോ? രണ്ടാമത്തെ സ്വഭാവം എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന വയദഊനനാ റഗബൻ വറഹബാ. അവര് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നവരാ. ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാൽ, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വന്നാൽ പടച്ച റബ്ബിൽ അവര് പ്രതീക്ഷ വെക്കുന്നവരാണ്. റബ്ബെന്നെ കൈവിടൂല, പടച്ച റബ്ബന്റെ ദുആ സ്വീകരിക്കുമല്ലോ. ആര് സഹായിച്ചില്ലെങ്കിലും പടച്ച റബ്ബെന്നെ സഹായിക്കുമല്ലോ. അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവർ, അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവർ വയദഊനനാ റഗബൻ വറഹബാ. പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നവര്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ദുആ ചെയ്യുന്നവരാ, നമ്മളെല്ലാവരും ദുആ ചെയ്യുന്നവരാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുആഇനെ കുറിച്ചല്ല അല്ലാഹു പറയുന്ന രണ്ട്, വയദഊനനാ റഗബൻ വറഹബ. അവർ അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നവർ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളെല്ലാവരും ദുആ ചെയ്യും, നമ്മളെല്ലാവരും ദുആ ചെയ്യും. ദുആ ചെയ്യുന്നവന് തന്നെ അറിയാം ഇത് അല്ലാഹു സ്വീകരിക്കില്ല എന്ന് നിനക്ക് തന്നെ അറിയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുആ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ദുആയല്ല. എങ്ങനെ ദുആ ചെയ്യണമെന്ന് ഖുർആൻ രണ്ട് ഉദാഹരണം പറയുന്നുണ്ട്. എടോ, നമ്മൾ അല്ലാഹുവിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് ദുആ ചെയ്യണം. ഖുർആൻ തന്നെ നമുക്കതിന് തെളിവ് പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെ ദുആ ചെയ്യണം. ചുമ്മാതെ കിടന്നിട്ട് ദുആ ചെയ്താൽ, നമ്മളിപ്പോൾ ദുആ ചെയ്യും, പള്ളിയിലെ ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യും. ആരാ ആമീൻ പറയണേ? പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ സദ്യ ഉണ്ണായിരിക്കുന്ന പോലെ വാപ്പ ഇരിക്കുന്നേ, കൈ പോലും ഒന്ന് പൊക്കാൻ വയ്യ. എടാ, വായിക്കകത്ത് നാവുണ്ടോ ശബ്ദമുണ്ടോ എന്ന് പോലും അറിയത്തില്ല. ഉസ്താദിന് തന്നെ തോന്നാറുണ്ട് ഞാൻ ആർക്ക് വേണ്ടി അല്ലാഹ് ഇത് ചെയ്യുന്നതെന്ന്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ ആമീൻ കേട്ടിട്ടുണ്ടോ പള്ളിക്കകത്ത്? അതൊക്കെ പൊതുയോഗത്തിൽ വല്ലതും പോകണം, വാപ്പായ്ക്ക് നാവുണ്ടോ എന്ന് അറിയണമെങ്കിൽ. വല്ല ജനറൽ ബോഡിയിൽ പോയി കഴിഞ്ഞാൽ മുണ്ടും മടക്കി കുത്തിയിട്ട് വാപ്പ നിൽക്കുന്ന കാണാം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടോ, ഉസ്താദിന് തന്നെ ഞാനൊരു വീട്ടിൽ ദുആ ചെയ്യാൻ പോയി, എന്നെ ഒരു മരിച്ച വീട്ടിൽ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? വയറ് നിറഞ്ഞെങ്കിൽ പറയണം, നിർത്താവുള്ളതാ. മടുത്തു കഴിഞ്ഞാൽ പറഞ്ഞേക്കണം. ഞാൻ വഴുതു പറയുന്നത് നിങ്ങളാരെയും നന്നാക്കാനാന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതിനിപ്പോൾ പത്തനാപുരത്തുനിന്ന് ഇവിടെ വരേണ്ട കാര്യമുണ്ടോ? എടാ, നിങ്ങൾക്കൊക്കെ എന്നെക്കാളും നല്ല വഴുതു പറയും. ഇരിക്കണ ഉസ്താമാർ പോലെ വഴുതു പറയാം. ഞാൻ വഴുതു പറയുന്ന നിങ്ങളാരെയും നന്നാക്കാനല്ല, എനിക്ക് നന്നാകാൻ വേണ്ടിയാ. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മജ്ലിസ് നമ്മൾ ഓതിയത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറിടങ്ങളിലേക്ക് അള്ളാഹു അതിൻ്റെ സവാബ് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മരിച്ച വീട്ടിലിങ്ങനെ പോയി ദുആ ചെയ്യാൻ ഒരു യാസീൻ ഓതി, ഞാനും ഒരു ഉസ്താദും കൂടെ ഇരുന്ന് യാസീൻ ഓതി ദുആ ചെയ്യാൻ സമയമായപ്പോൾ ആ ഉസ്താദ് പറഞ്ഞ്, കാക്ക ദുആ ചെയ്യാൻ പോന്ന് വരാം. ഉസ്താദ് ദുആ ചെയ്തോളെ, ഉസ്താദ് ദുആ ചെയ്തോളെ. ഒരു വട്ടം വിളിച്ചു, 2 വട്ടം വിളിച്ചു, 3 വട്ടം വിളിച്ചിട്ട് ചങ്ങായിമാർ വരുന്നില്ല. ഉസ്താദ് ദുആ ചെയ്തോളെ. ഞാനിങ്ങനെ ഇരിക്കുക, പടച്ചവനെ യാസീൻ ഓതിയിട്ട്, റബ്ബേ യാസീൻ ഓതി ആമീൻ പറയാൻ ആളും വരുന്നില്ല, എന്ത് ചെയ്യാനാ? ഞാൻ ദുആ ചെയ്തു, പടച്ചവനെ ഈ ഓതിയ യാസീനിൻ്റെ പ്രതിഫലം എൻ്റെ വാപ്പാടെ ഖബറിൽ കൊടുത്തേക്കണേ അല്ലാഹ്. കാരണം അവർക്ക് വേണ്ടടോ. ഞാൻ ചിരിക്കാൻ പറഞ്ഞല്ല. പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയണ ആരാ? ഇലയിട്ടാൽ മതി, അങ്ങോട്ട് വിളമ്പി അടിക്കാൻ പറ്റുന്ന രീതി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കൈയെങ്കിലും പിടിക്കാറുണ്ടോ? ഇതാ നമ്മുടെ ദുആ. എടാ, ദുആ ചെയ്യുന്ന നിനക്ക് തന്നെ അറിയാം. ചുമ്മാ ആമീ 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 ഇങ്ങനെ ഇരിക്കുക. എന്താ ആമീൻ? ഇവിടെ ദുആ ചെയ്യേണ്ടത് എങ്ങനെയെന്നറിയോ? ചുമ്മാതെ ദുആ ചെയ്താൽ സ്വർഗത്തിൽ പോവില്ല. ദുആ ചെയ്താൽ എങ്ങനെ ദുആ ചെയ്യണം അതിന് ഉദാഹരണം ഖുർആൻ പറയുകയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ കടൽ കാണുന്നവരല്ലേ? ബീച്ച്, ഇവിടെ അടുത്ത് ബീച്ചില്ലേ? ഇപ്പോൾ ബീച്ചില്ലേ? കടലിൽ പോയിട്ടില്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരാൾ കടലിലേക്ക് ഒരു കുട്ടി ഇറങ്ങിപ്പോയാൽ വെള്ളത്തിൽ പെട്ടുപോയാൽ രക്ഷപ്പെടുവോ?
നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ, രക്ഷപ്പെടുവോ? എത്ര നീന്തൽ അറിയുന്നവനാണെങ്കിലും രക്ഷപ്പെടുവോ? എന്നാൽ നടുകടലിൽ പോയിട്ടുണ്ടോ? കടലിൻ്റെ ഉൾഭാഗത്തേക്ക് പോകും തോറും വല്ലാത്ത ആഴമാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ ഉൾക്കടലിൽ ഒരു മനുഷ്യൻ വീണാൽ രക്ഷപ്പെടുവോ? ആ ഉൾക്കടലിൽ, കടലിലെ ഏറ്റവും ആഴമുള്ള സ്ഥലത്ത് കിടക്കുന്ന മീനാണ് തിമിംഗലം. കടലിലെ ഏറ്റവും വലിയ മീനാണ് തിമിംഗലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ തിമിംഗലത്തിൻ്റെ വയറിനകത്തൊരു മനുഷ്യൻ പൊട്ടുപോയി, അവൻ രക്ഷപ്പെടുവോ? എന്നാ നിങ്ങൾ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. ആ ഖുർആനിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, ഫദന്നൂനി ഇദ്ഹബു മുഗാളിബൻ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അല്ലാഹു പറയുകയാ. യൂനുസ് നബി അലൈഹിസ്സലാം, പടച്ചവനെ, അതാ കടലിൽ മീനിന്റെ തിമിംഗലത്തിന്റെ വയറ്റിനകത്ത് കിടക്കുകയാണ്. ആ തിമിംഗലത്തിന്റെ വയറ്റിനകത്ത് കിടന്നിട്ട് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം വിളിക്കുകയാണ്, വനാദാ ഫിൽ ദുലുമാത് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനല്ലാലിമീൻ. എവിടെ കടന്നിട്ടാ വിളിക്കുന്നത്? പടച്ചവനെ, കടലിന്റെ ഉൾക്കടലിലോ ഏറ്റവും കൂടുതൽ ആഴമുള്ള സ്ഥലത്ത് ജീവിക്കുന്ന കടലിലെ ഏറ്റവും വലിയ മീനായ തിമിംഗലമെന്ന് പറയുന്ന മീനിന്റെ വയറിന്റെ ഉള്ളിൽ കടന്നിട്ട് യൂനുസ് നബി വിളിക്കുന്നു, വനാദാ ഫിൽ ദുലുമാത്. പടച്ചവനെ, കടലിനടിയിൽ കിടക്കുന്ന മീനിന്റെ വയറ്റിനകത്താണ് തമ്പുരാന്. രക്ഷപ്പെടാനൊരു വഴിയില്ല പടച്ചവന്, രക്ഷപ്പെടാനൊരു വഴിയില്ല പടച്ചവന്. അല്ലാ, നിനക്ക് കഴിയുമല്ലാ, എന്നെ രക്ഷപ്പെടുത്താ നിനക്ക് കഴിയുമല്ലാ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനല്ലാലിമീൻ. കടലിന്റെ അടിയിൽ കിടക്കുന്ന തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് അള്ളാനെ വിളിക്കുക, പടച്ചവനെ, അല്ലാ, നീ എന്നെ രക്ഷപ്പെടുത്താൻ നിനക്ക് കഴിയും തമ്പുരാനെ. ആർക്ക് പറ്റിയില്ലെങ്കിലും എന്നെ ഈ മീനിന്റെ വയറ്റിനകത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ നിന്നെ കൊണ്ട് കഴിയും പടച്ചവനെ. ഖുർആൻ പറഞ്ഞത് വലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. യൂനുസ് നബി എങ്ങാണം അങ്ങനെ ദുആ ചെയ്തില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ അതിനകത്ത് കിടക്കുമായിരുന്നു എന്നല്ലാഹുവിന്റെ ഖുർആൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് യൂനുസ് നബിയുടെ പ്രത്യേകത മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെയുള്ള ഏതു മനുഷ്യൻ ദുആ ചെയ്താലും സ്വീകരിക്കും. അല്ലാഹുവിൽ പ്രതീക്ഷ വേണം, അല്ലാഹുവിൽ പ്രതീക്ഷ വേണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇല്ലാതെ ഉറച്ച വിശ്വാസത്തിൽ നീ വിളിക്കണം. ഉറച്ച ആരൊക്കെ കൈവിട്ടാൽ എൻ്റെ റബ്ബെന്നെ കൈവിടൂല, ഈ ഒരു വിശ്വാസം വേണ്ടേ. ഏതൊക്കെ വാതിലടഞ്ഞാലും അള്ളാന്റെ വാതിൽ എൻ്റെ മുമ്പിൽ തുറന്നിട്ടുണ്ടല്ല. എന്നെ സഹായിക്കാൻ എൻ്റെ റബ്ബുണ്ട്, എൻ്റെ പടച്ച റബ്ബ് എന്നെ വെറും കയ്യോടെ മടക്കില്ല. ഈ ഒരു വിശ്വാസത്തോടെ ദുആ ചെയ്യണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടോ, ഇന്നത്തെ തലമുറയ്ക്ക് അള്ളാഹ് ആരാണെന്നെങ്കിലും അറിയോ? അള്ളാഹ് ആരാണെന്ന് അറിയുമായിരുന്നെങ്കിൽ തൂങ്ങുവോ? നിങ്ങൾ നോക്കിക്കേ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മദ്രസ വിട്ട് 7 വയസ്സുള്ള ഒരു മകൻ വീട്ടിൽ വന്നു. ഉമ്മാൻ്റെ അടുക്ക പറഞ്ഞു, ഉമ്മ മൊബൈൽ വേണം. ഉമ്മ പറഞ്ഞു, സ്കൂളിൽ പോകാൻ സമയമായി, പോയി കുളിക്കടാ എന്ന് പറഞ്ഞ് തോർത്ത് കയ്യിലെടുത്ത് കൊടുത്തു വിട്ടു. 7 വയസ്സുള്ള 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ബാത്റൂം തൻ്റെ പൊന്നാര മകന് കുളിക്കാൻ പോയി. ഉമ്മ അടുക്കളയിൽ പോയിട്ട് തൻ്റെ പൊന്നുമകന് കൊണ്ടുപോകാനുള്ള ചോറും കറിയും റെഡിയാക്കി വെച്ചിട്ട് തൻ്റെ മകനെ കാണുന്നില്ലടോ. ചെന്ന് ബാത്റൂമിൻ്റെ വാതിൽ തുറന്നു നോക്കുമ്പോൾ 7 വയസ്സുള്ള 1ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ ഉമ്മ കൊടുത്തുവിട്ട തോർത്തിനകത്ത് തൂങ്ങി നിൽക്കുന്ന രംഗം. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മൊബൈൽ കൊടുത്തില്ല, തീർന്നു. ടൂർ വിട്ടില്ല, തീർന്നു. ബൈക്ക് കൊടുത്തില്ല, തീർന്നു. നമ്മുടെ മക്കൾ പരീക്ഷയ്ക്ക് തോറ്റു, ചാവു. അപ്പം ജോലി നഷ്ടപ്പെട്ടു പോയി, ആത്മഹത്യ ചെയ്യുന്നു. പ്രണയിച്ചവൾ തേച്ചിട്ട് പോയി തൂങ്ങിച്ചാവുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹനെ ആർക്കും അറിയത്തില്ലടോ. അള്ളാഹുവിൽ ഒരാൾക്കും അല്ല ആരാണെന്നല്ലേ പഠിക്കേണ്ടത്. വാപ്പയുടെ ബാധ്യതയല്ലേ അല്ല ആരാണെന്ന് പഠിപ്പിക്കേണ്ടത്, ഉസ്താദിന്റെ ജോലിയല്ല. ഒരു മാപ്പവൻ തന്റെ മക്കൾക്ക് ഒന്നാമത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അല്ല ആരാ. വാപ്പായ്ക്ക് അറിഞ്ഞാലല്ലേ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റൂ. വാപ്പായ്ക്ക് അല്ല ആരാന്നറിയില്ലല്ലോ. അല്ല ആരാണെന്ന് അറിഞ്ഞാലല്ലേ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റൂ. ഉമ്മയ്ക്കറിയില്ലല്ലോ അല്ല ആരാണെന്ന്.
എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണം, അള്ളാഹ് ആരാണെന്നറിയണം. ഒരിക്കലും പടച്ച റബ്ബ് നമ്മളെ കൈവിടില്ല എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് നിന്റെ വാപ്പ കടം വരുമ്പോൾ കള്ളിച്ചാപ്പി പോയില്ല, വാപ്പാടെ ബിസിനസ് തകർന്നപ്പോൾ കടത്തിണ്ണയിൽ പോയില്ല. പണ്ടത്തെ നമ്മുടെ ഉപ്പയും ഉമ്മയും നമ്മുടെ ഉപ്പമാർ, അവർക്ക് എന്തെങ്കിലും വിഷമം മാനസികമായിട്ട്, ശാരീരികമായി, സാമ്പത്തികമായി അവർക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ അവർ പള്ളിക്കകത്ത് പോയിരുന്ന് പരിഹാരം കാണുമായിരുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വാപ്പായ്ക്ക് പ്രയാസം വന്നാൽ കളിശാപ്പി പോവോ? ഇല്ലടോ, പള്ളിയിൽ പോയി 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്തിട്ട് അവർ പരിഹാരം കാണുമായിരുന്നു. നമ്മുടെ ഉമ്മമാരുടെ മനസ്സിൽ വേദന വരുമ്പോൾ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ, ഔലിയാക്കന്മാർ ഏതെങ്കിലും മഹാന്മാരുടെ മക്കാമിൻ്റെ മുമ്പിൽ ചെന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ട് അള്ളാഹുവിൻ്റെ സഹായം നേടിയെടുക്കുമായിരുന്നു. നമ്മളോ പേവെള്ളം അടിക്കാൻ പോകും, കടത്തിണ്ണയിൽ പോയിരിക്കും, കടലിൻ്റെ ചാരത്ത് പോയി തിരമാല എണ്ണിക്കൊണ്ടിരിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇടും മനുഷ്യന് നിരാശയാടോ, നിരാശയാ. ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദെ കല്യാണം കഴിഞ്ഞ് 6 കൊല്ലമായി, 60 കൊല്ലമൊന്നും ആയില്ലല്ലോ, 6 കൊല്ലമായി ഉസ്താദെ മക്കളില്ല. അള്ളാഹു മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കുമാറാകട്ടെ, അള്ളാഹു മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പ്രതീക്ഷയില്ലടോ, നിരാശ ഒരു മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. നിരാശ ഉണ്ടാകാൻ പാടില്ല. മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ. പടച്ചവനെ, ഡോക്ടർമാര് പറയുന്നത് കേട്ട് കണ്ട മരുന്നുകൾ മുഴുവനും കഴിച്ച് സർവ്വതും നഷ്ടപ്പെട്ടു പോയി എൻ്റെ പ്രിയപ്പെട്ട ദമ്പതികളോട് നിങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ, അല്ലാഹ് ആരാണെന്ന് പറഞ്ഞു തരട്ടെ, നീ വിശ്വസിക്കുന്ന പടച്ച റബ്ബ് ആരാണെന്ന് പറഞ്ഞു തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ സക്കരിയ നബി അലൈഹിസ്സലാം ബൈത്തുൽ മുഖദ്ദസിന്റെ മിഹ്റാബിനകത്തേക്ക് കടന്നു ചെല്ലുകയാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ മിഹ്റാബിനകത്ത് കടന്നു ചെല്ലുമ്പോ അതാ മറിയം എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടിയുണ്ടല്ലോ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ സക്കരിയ നബിയാണ് വളർത്തുന്നത്. പടച്ചവനെ, പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്ന് പഴം കഴിക്കുകയാണ്. സക്കരിയ നബി നോക്കുമ്പോ അതാ മറിയം ഇരുന്ന് പഴം കടിച്ചു കൊണ്ടിരിക്കുകയാണ്. പടച്ചവനെ, ഈ പഴം ഞാൻ വാങ്ങിക്കൊടുത്തതല്ല, ഈ നാട്ടിൽ പോലും കിട്ടാത്ത പഴമാണ്, ഈ രാജ്യത്ത് പോലും ഈ പഴം കിട്ടാത്ത സമയമാണ്. അപ്പോഴാണ് പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്ന് മറിയം എന്ന് പറയുന്ന പൊന്നുമോള് അതാ പഴം കടിച്ചു കൊണ്ടിരിക്കുന്നത് കാണുമ്പോ സക്കരിയ നബി ചോദിക്കുന്നു, മറിയമേ ഇതെവിടെ നിന്നാ മറിയമേ, ഈ പഴം എവിടെ നിന്നാണ് മറിയമേ? മറിയമെന്ന പൊന്നുമോള് പറയുകയാ, ഖാല ഹുവ മിൻ ഇൻദില്ലാ, എന്റെ റബ്ബ് തന്നതാണ്, എനിക്കെന്റെ റബ്ബ് തന്നതാണ്. പടച്ചവനെ, സക്കരിയ നബി അലൈഹിസ്സലാമിനോട് അവിടെ നിന്ന് പറയുമ്പോ സക്കരിയ നബി ചിന്തിക്കുന്നു, അല്ലാ, സീസണല്ലാത്ത സമയത്ത് പഴം കൊടുക്കാ പടച്ച റബ്ബിന് കഴിയുമല്ലോ. അതുകൊണ്ട് സക്കരിയ നബി അലൈഹിസ്സലാം 2 കൈയും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തുകയാണ്. പടച്ചവനെ, സക്കരിയ നബിക്ക് മക്കളില്ലായിരുന്നു, സക്കരിയ നബിക്ക് മക്കളില്ലായിരുന്നു. വയസ്സാൻ കാലമായി വാപ്പാ, പെങ്ങളെ സക്കരിയ നബി അലൈഹിസ്സലാമിന് വയസ്സായി. ആ സക്കരിയ നബി അലൈഹിസ്സലാമിന് മക്കളില്ലായിരുന്നു. പടച്ചവനെ, സക്കരിയ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുന്നു, നാഥാ, പടച്ചവനെ, എന്റെ എല്ലുകൾ പൊടിയുന്ന തമ്പുരാന്, എനിക്ക് പ്രായമായി തമ്പുരാന്, എനിക്ക് മക്കളുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല പടച്ചവന്. സക്കരിയ നബി അല്ലാഹുവോട് പറയുകയാ. ചരിത്രം പറഞ്ഞു 120 വയസ്സങ്ങണ്ടായി. സക്കരിയ നബി അലൈഹിസ്സലാമിന് 120ഓളം വയസ്സ്, അടുത്ത് 100 വയസ്സ് കഴിഞ്ഞു. ആ 100 വയസ്സ് കഴിഞ്ഞ സക്കരിയ നബി അല്ലാഹുവോട് പറയാ, പടച്ചവനെ, എനിക്ക് മക്കളില്ല, എൻ്റെ എല്ലുകൾ പൊടിയാൻ തുടങ്ങി, എനിക്ക് ഒരുപാട് രോഗങ്ങളുണ്ട്, ഞാൻ പ്രായം ചെന്ന മനുഷ്യനാ, വകാനത്ത് ഇംറഅതി ആഖിറ, എൻ്റെ ഭാര്യയും പ്രായമുള്ളവരാ, അവരുടെ മെൻസസ് പോലും നിലച്ചു. 50 വയസ്സ് കഴിഞ്ഞാൽ 45 50 വയസ്സായ പെണ്ണുങ്ങളുടെ മെൻസസ് നിലച്ചല്ലോ. ഈ മെൻസസ് നിലച്ച പെണ്ണിന് മക്കളുണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇല്ല. തൻ്റെ ഭാര്യയ്ക്ക് 99 വയസ്സ്. സക്കരിയ നബി അല്ലാഹുവോട് പറഞ്ഞു, ഞാനും പ്രായമുള്ള ആളാ, എൻ്റെ ഭാര്യയും പ്രായമുള്ള ആളാ, ഞങ്ങൾക്ക് 2 പേർക്കും മക്കളുണ്ടാകാൻ ഒരു ചാൻസും ഇല്ല, ഒരു സാധ്യതയുമില്ല. പക്ഷേ പടച്ചവനെ, നിനക്ക് പറ്റും തരാൻ.
അല്ല ഡോക്ടർമാർ പലതും പറയും, കൗണ്ടിങ് ഇല്ല, അതില്ല, ഗർഭപാത്രമില്ല, മണ്ണാങ്കട്ടയില്ല, അതില്ല. ഓനത് തന്നെ പറയാൻ അറിയൂ. ആയിഷ ബീബി റളിയല്ലാഹു തആല എനിക്ക് മക്കളില്ലായിരുന്നല്ലോ, എന്താ കൗണ്ടിങ് പറഞ്ഞുകൊണ്ടാ? ഗർഭപാത്രം ഇല്ലാത്തതുകൊണ്ടാ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആലയ്ക്ക് മക്കളില്ല. പെണ്ണെ ആദ്യം പഠിക്കണമെന്നറിയോ? അള്ളാഹു കൊടുക്കുന്ന സമ്മാനമാ മക്കള്. അത് ചിലർക്ക് അല്ല കൊടുക്കും, ചിലർക്ക് കൊടുക്കില്ല, അത്ര തന്നെ. ചിലർ കിട്ടിയിട്ട് കണ്ണുനീര് കുടിക്കുന്നു, ചിലർ കിട്ടാതെ കണ്ണുനീര് കുടിക്കുന്നു. അള്ളാഹു കാക്കുമാറാകട്ടെ.